الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അഥവാ ഗൗരവതരമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷം നടത്തുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 78 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ മണ്ണിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകേണ്ടുന്ന ചില ചിന്തകളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുന്ന അല്ലെങ്കിൽ ജനിച്ചു വളരുന്ന നാട്, അതിനെ പ്രിയം വെക്കുക എന്നത് സ്വാഭാവികമായും പ്രവാചകന്മാരുടെ മാതൃകയിൽ ഉള്ള ഒരു കാര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അഥവാ ജീവിച്ചു വളരുന്ന നാട് സമാധാനമുള്ളതും നിർഭയത്വമുള്ളതും ജീവിക്കാൻ ഉതകുന്നതുമാക്കി തീർക്കുക എന്നത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാം, അവിടുന്ന് ജനിച്ചു വളർന്നത് മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഏകദേശം 53 വയസ്സ് വരെ അവിടെയാണ് ജീവിച്ചത്. അഥവാ അരനൂറ്റാണ്ട് കാലത്തിലധികം ജീവിച്ച ആ മണ്ണിനോട് വിട പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നില്ല ഹിജ്റ. ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പാറപ്പുറത്ത് നിന്ന് കയറി നിന്നുകൊണ്ട് മക്കയിലേക്ക് നോക്കി പറയുന്നുണ്ട് എന്ന രൂപത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാം. വല്ലാഹി ഇന്നി അഅലമു അന്നക ഖൈറു അർദില്ലാ. ഹേ മക്ക, എനിക്കറിയാം ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണ് ഈ മണ്ണാണ്, ഈ മക്കയാണ്. നിന്റെ ആളുകൾ അഖ്റജൂനി മിൻകി, ഇവിടെ തന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല. മാ സക്കൻതു ഗൈറക എന്ന് കാണാം.
മറ്റിടത്ത് മാ ഖറജ്തു, ഞാൻ പോവില്ലായിരുന്നു, ഞാൻ എങ്ങോട്ടും പോവില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട നാടാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നാടാണ് എന്നൊക്കെ ആ നാടിനെ പുകഴ്ത്തി പറഞ്ഞു. ആ നാടിന്റെ സ്നേഹത്തിന്റെ അടയാളം കാണിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. പിന്നീട് മദീനയിൽ വന്ന് ജീവിക്കുന്നു. മദീനയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ മദീനയെ പ്രിയം വെക്കുവാൻ നീ തൗഫീഖ് നൽകണമേ, അല്ലെങ്കിൽ ഈ നാടിനെ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കി തീർക്കണമേ എന്ന്. അവർ സ്വരാജ്യ സ്നേഹം എന്നത് പ്രവാചകന്മാരുടെ മാതൃകയിലുള്ളതാണ്. എന്നാൽ എന്താണ് രാജ്യസ്നേഹം എന്നതിനെ നാം മനസ്സിലാക്കേണ്ടത്? ഭൂമിയിൽ അതിരുകൾ വരച്ച് ഈ അതിരുകൾക്കപ്പുറത്തുള്ളവരോട് ശത്രുത കാണിക്കുകയും ആ അതിരുകൾക്കിപ്പുറത്തുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുകയും ചെയ്യുന്നത് മാത്രമാണോ? അല്ല. അങ്ങനെ ഒരു രാജ്യസ്നേഹമോ സങ്കുചിത ദേശീയ ബോധമോ ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം വിശ്വമാനവികതയുടെ ദർശനമാണ്. മനുഷ്യരെ എല്ലാം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ്. എന്നാൽ ഒരു നാട്ടിൽ ജനിച്ചു വളരുന്ന ഒരു മനുഷ്യൻ ആ നാട് നല്ലതായി തീരാൻ ആഗ്രഹിക്കണം, ആ നാടിനെ സ്നേഹിക്കണം, ആ നാട്ടുകാരെ സ്നേഹിക്കണം, അവിടുത്തെ ജീവജാലങ്ങളെ സ്നേഹിക്കണം, അവിടെ നിർഭയത്വമുള്ളതാകാൻ ശ്രമിക്കണം. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട ചെറുവിവരണം. ആ അർത്ഥത്തിൽ ഈ നാടിനോട് നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്ന സ്നേഹം എന്തായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. നമ്മളൊക്കെ ധാരാളം ചരിത്രം കേൾക്കുന്നവരാണ്. ഒരു മിമ്പറിന്റെ മൈക്കിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം കേൾക്കേണ്ട കാര്യമില്ല. പക്ഷെ കാലോചിതമായി നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടുന്ന ചില ചിന്തകളുണ്ട്. ഇന്ന് ഇന്ത്യയിലെമ്പാടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥ, മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന പ്രതിസന്ധി, അങ്ങേയറ്റത്തെ വിഭാഗീയതയുടെയും കക്ഷിത്വത്തിന്റെയും വിഭജനത്തിന്റെയും ശബ്ദങ്ങൾ ഈ നാടിനു വേണ്ടി ഒരു നൂറ്റാണ്ടിലധികം കാലം വ്യത്യസ്തമായ വൈദേശിക ശക്തികളോട് പോരാടി നിന്ന ഒരു ജനസമൂഹത്തിന്റെ ഉള്ളിലുള്ള ഒരു സ്വപ്നം, ആ സ്വപ്ന സാക്ഷാത്കാരത്തിലാണോ നമ്മുടെ നാടുള്ളത് എന്ന ചോദ്യം, അതാണ് പ്രസക്തമാകുന്നത്. അവര് സ്വപ്നം കണ്ടത് ഇങ്ങനെ പരസ്പരം മതം പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ആളുകളെ ആയിരുന്നോ? അല്ല. മതത്തിന്റെ പേരിലുള്ള ഈ വിഭജനവും വിഭാഗീയതയും മാത്രമല്ല, മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യയിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരവർ പാർക്കുന്ന ഇടങ്ങളെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി JCB കൊണ്ടുവന്ന് നിലംപരിശാക്കി അവിടെ മറ്റുള്ളവരെ കുടിയേറി പാർപ്പിക്കുന്ന ഭരണകൂടങ്ങളുണ്ട്. ഏറ്റവും അവസാനമായി നമ്മൾ കേട്ടതുപോലെ അധികാര കസേരയ്ക്ക് വേണ്ടി അങ്ങേയറ്റത്തെ കള്ളത്തരം കാണിച്ച് അധികാരത്തിലേക്ക് കയറിപ്പോകുന്നവരുണ്ട്. ഇന്നലകളിൽ കൈചേർത്ത് പിടിച്ച നമ്മുടെ മുൻഗാമികൾ, അവരിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ വ്യത്യാസമുണ്ടായിരുന്നില്ല. അവർ സ്വപ്നം കണ്ട നാട് യഥാർത്ഥത്തിൽ തോളോട് തോൾ ചേർന്നവർ പോരാടുമ്പോ ഈ മണ്ണിൽ സ്വാതന്ത്ര്യമുണ്ടാകണം എന്നതായിരുന്നു. എന്തിനുള്ള സ്വാതന്ത്ര്യം? ഭരണഘടനയിൽ അത് എഴുതി വെക്കുന്നുണ്ട്. All persons are equally entitled freedom of conscience to profess, practice and propagate religion. ഈ ഭാരതത്തിൽ, ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും അവനിഷ്ടപ്പെട്ട മതം വിശ്വസിക്കാൻ, അവനിഷ്ടപ്പെട്ട മതം ആചരിക്കാൻ, ആ മതം പ്രചരിപ്പിക്കാൻ അവൻ അവകാശമുണ്ട് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ച ഒരു നാടിന്റെ മക്കളാണ് നമ്മൾ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മതപ്രബോധനത്തിന്റെ പേരിൽ ജയിലിലകപ്പെടുന്ന ആളുകൾ, മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലുന്ന, അതേ പ്രകാരം തന്നെ മതത്തിന്റെ പേരിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ. സത്യത്തില് നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില സംഗതികൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം.
മൂസാ അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത തൗഹീദിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ച ഫിർഔനിന്റെ കാഴ്ചപ്പാടുകളെയും സമീപനങ്ങളെയും ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യസൂമൂനക്കും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. സകല ആണുങ്ങളെയും കൊന്നുകളയുന്ന ഒരു സമീപനമായിരുന്നു ഫിർഔൻ ഉണ്ടായിരുന്നത്. ആ ഫിർഔനോട് പോരാടുക, തൗഹീദ് പറയാൻ, ആ ജനതയെ മോചിപ്പിക്കുകയാണ് ആ നാട്ടിൽ നിന്ന്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യം നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നു. മദീനയിലെത്തിയപ്പോ ആ മദീനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന അവിടുത്തെ ഹസ്റജ് ഗോത്രക്കാര്, ഔസ് ഗോത്രക്കാര്, അതേപോലെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെ ഒരു 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 സമത്വത്തിലേക്ക്, ധാരണയിലേക്ക്, സമഭാവനയിലേക്ക് കൊണ്ടുവരാണ്. അഥവാ ഉമ്മത്തും അൽ മുഅ്മിനീൻ എന്നൊരു പരാമർശം കാണാം. വിശ്വാസികളുണ്ട്, അതിന്റെ കൂടെ അവിശ്വാസികളുമുണ്ട്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞല്ലോ, എന്തിനുമുള്ള സ്വാതന്ത്ര്യമല്ല. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം അത് യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും അള്ളാഹു വകവെച്ചു കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഇഷ്ടപ്പെട്ടവർക്ക് മതം വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. നമ്മൾ ആരെയും ഒരു മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരുടെയൊക്കെ പ്രബോധനം കാണുമ്പോൾ തോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ചീത്ത പറഞ്ഞും അടിച്ചും തെറി പറഞ്ഞുമൊക്കെ മറ്റുള്ളവരെ കൊണ്ടുവരാൻ ഏൽപ്പിച്ചതാണെന്ന്. ചിലപ്പോൾ സംഘടനയിലേക്കുള്ള ദഅവത്തായിരിക്കും. ഏത് ദഅവത്താണെങ്കിലും ഇസ്ലാമിൽ അള്ളാഹുവിനില്ലാത്ത നിർബന്ധം നമ്മുടെ ചില പ്രബോധകന്മാർക്ക് എന്തിനാണ് എന്ന് നമ്മൾ സംശയിച്ചു പോകാറുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ. മതത്തിൽ ബലാത്കാരമേ ഇല്ല. ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ കാന യുഅ്മിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ. ആരെങ്കിലും ഇഷ്ടമുള്ളവർ വിശ്വസിച്ചോട്ടെ, ഇഷ്ടമുള്ളവർ നിഷേധിച്ചോട്ടെ. ഇസ്ലാമിൽ ആരെയും ബലാത്കാരമായി ദീനിലേക്ക് കൊണ്ടുവരുവാനോ വിശ്വസിപ്പിക്കുവാനോ പഠിപ്പിക്കുന്നില്ല. ഇപ്പോഴും ലവ് ജിഹാദ് എന്ന പേരിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാണ്. മതത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവർ വിഭാഗീയതയ്ക്ക് വേണ്ടി പടച്ചുവിടുന്ന സംഗതികൾ മാത്രമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നമുക്കിടയിൽ ചില ചിന്തകൾ വളർന്നു വരുന്നുണ്ട്. ഏത്? ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളോട് ചിലതൊക്കെ പറയേണ്ടതുണ്ടല്ലോ. പുറമേക്കുള്ളവരുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് മുമ്പ് വയനാട്ടിലൊക്കെ വ്യാപകമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിടത്ത് നമ്മൾ ഉയർന്നു കേൾക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പലതും സ്വീകരിക്കണമോ? നമ്മൾ മറ്റുള്ളവരുടെ കീഴിൽ പഠിക്കണമോ? പൊതുവിദ്യാലയങ്ങളിൽ നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞയക്കണമോ? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ. സത്യത്തില് സ്വാതന്ത്ര്യം നേടി 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ ചുരുങ്ങിപ്പോവുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള സാഹചര്യങ്ങളെ മറികടക്കാൻ നമ്മുടെ മുമ്പിലുള്ള വഴി എന്താ? നമ്മളായിട്ട് സംഘടിച്ച് നമ്മളായിട്ട് പുതിയൊരു സ്വാതന്ത്ര്യം നേടുവാനുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണോ? അല്ലേ അല്ല. നിലവിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ ഈ ഉമ്മത്ത് അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും അതിന് ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ മതത്തെ മുറുകെ പിടിച്ച്, ദീനിനെ മുറുകെ പിടിച്ച് അവർ മുന്നിൽ നടന്ന് നയിച്ച ആ പോരാട്ടമുണ്ടല്ലോ, അത് ചേർത്ത് പിടിക്കലിന്റെ പോരാട്ടമായിരുന്നു. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ടുള്ള പോരാട്ടമായിരുന്നു. അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ. അപ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ കീഴിലും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താല്പര്യത്തിനും ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് കടന്നു വരിക. ഇല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വിഭാഗീയതയിലേക്ക് വരികയുള്ളൂ. നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരിലേക്ക് കയറി ചെല്ലുക തന്നെ വേണം. ഖുർആനും സുന്നത്തും മാത്രമാണ് നമ്മുടെ പ്രമാണം. പക്ഷെ ഖുർആനും സുന്നത്തും മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മളെ നയിക്കേണ്ടതും നമ്മളുടെ ആ ചുറ്റുവട്ടത്തിൽ ഉണ്ടാകേണ്ടതും എന്ന് പറയുമ്പോൾ തന്നെ ഖുർആനും സുന്നത്തുമല്ലാത്ത മതേതര ഇന്ത്യയിൽ നമുക്ക് സ്വീകരിക്കേണ്ടതായ പലതുണ്ടാവും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടേതു മാത്രമുള്ള വിദ്യാലയങ്ങള്, നമ്മുടേതു മാത്രമായ ഇടങ്ങൾ എന്നിടത്ത് നമ്മൾ പുറത്തു കിടക്കണം. അതാ ഇതിന് മറുപടിയുള്ളൂ. അതല്ലാത്ത വേറെ വഴിയില്ല. ചില ആളുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചിന്ത വളർത്തിയത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ദുരന്തം വളരെ വലുതാണ്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ബദറിൽ തടവുകാരെ പിടിക്കുക. ആ തടവുകാരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ തടവുകാരെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയാണ്?
മുസ്ലിങ്ങളുടെ അധ്യാപകരായിട്ട് എഴുത്തും വായനയും പഠിപ്പിക്കാനായിട്ട് മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളെ ഉസ്താദുമാരാക്കി വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അവരിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് സ്വീകരിക്കാം, അവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കാൻ പാടില്ലാത്തത് തള്ളുകയും ചെയ്യാം. അത് അവിടെ തീർന്നോ? ഇല്ല. യുദ്ധതന്ത്രങ്ങളിൽ നമുക്കറിയാം, ഖന്തഖ് യുദ്ധം നടക്കുകയാണ്. ഒരു വൈദേശിക ശക്തിയുടെ യുദ്ധതന്ത്രം സ്വീകരിച്ചുകൊണ്ടാണ് ഖന്തഖ് യുദ്ധം വിജയിക്കുന്നത് എന്നാണ്. പേർഷ്യക്കാര് സ്വീകരിക്കുന്ന ഒരു യുദ്ധതന്ത്രം സൽമാൻ അൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കാൻ, കിടന്നു കുടിച്ച് പ്രതിരോധിക്കാമെന്ന്. അത് സ്വീകരിക്കുക. ചുരുക്കി പറഞ്ഞാല് അതേ പ്രകാരം തന്നെ കൊള്ളക്കൊടുക്കലുകളില്, ഇടപാടുകളില്, ജൂതരുമായിട്ടുള്ള ഇടപാടുകളില്, അമാനത്തിന്റെ കാര്യത്തില്, ഇവിടെയൊക്കെ ഞാൻ ആദ്യം ഓതി വെച്ച വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് പോലെ ഇടപാടുകളില്, വ്യവഹാരങ്ങളില് നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന സമീപനങ്ങൾ നിങ്ങളോടുള്ള ശാസ്ത്രമം കാണിക്കുന്ന, ശത്രുത കാണിക്കുന്ന ആളുകളോട് സ്നേഹമുണ്ടാക്കി തീർത്തേക്കാം എന്നുള്ള പറയാം. നിങ്ങളോട് ശത്രുത കാണിക്കുന്നവർക്കിടയിൽ സ്നേഹമുണ്ടാക്കി തീർത്തേക്കാം. അല്ലാഹുവിന് കഴിയും. അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അത് കഴിഞ്ഞ് അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചാനൽ ചർച്ചകളിൽ കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്. അമുസ്ലിമിന്റെ വെളിച്ചം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ അയൽവാസി ഒരു അമുസ്ലിമായാൽ അവനോട് നല്ല നിലയ്ക്ക് പെരുമാറരുത്, പരുഷമായി പെരുമാറണം എന്നൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ. അതിനനുസരിച്ച് നമ്മുടെ ആളുകളിൽ വിഷവിത്തുകൾ ഇട്ടുകൊടുക്കുന്ന സങ്കുചിത ചിന്താഗതികളും. ഒരു ദിവസം മിമ്പറിൽ നിന്നിറങ്ങി ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, നിങ്ങളിപ്പോ ഖുതുബയിൽ പറഞ്ഞല്ലോ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം എന്ന്. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതെങ്ങനെയാ വന്നതെന്നറിയോ? വലാ ബറാ എന്ന പേരില് ഇസ്ലാമിന്റെ ഒരു പദപ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ആരോടൊക്കെ സ്നേഹബന്ധമാകാം, ആരോടൊക്കെ ബന്ധവിച്ഛേദനമാകാം എന്നതാണ്. ഈ കൺസെപ്റ്റ് വരുന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ? 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അത് ദാറുൽ ഹർബാണ്. പിന്നെ 10 വർഷക്കാലം മദീനയിൽ ജീവിച്ചു. അത് ദാറുൽ സലാമാണ്. ഈ ദാറുൽ ഹർബിന്റെയും ദാറുസലാമിന്റെയും വിഭജനം ചില നാടുകളിൽ പണ്ഡിതന്മാരുണ്ടാക്കി തീർത്തത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ അമുസ്ലിങ്ങളോട് എങ്ങനെ പെരുമാറണം, പരുഷമായി പെരുമാറണോ, നല്ല നിലയ്ക്ക് പെരുമാറണോ, അവരെ സ്നേഹിക്കണോ എന്നൊക്കെ ചർച്ച കൊടുക്കാൻ നമ്മളതൊരു വീട് പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു ചർച്ചയെ ഇന്ത്യയിൽ പ്രസക്തല്ല. ഇന്ത്യ ദാറുസലാമല്ല, ഇന്ത്യ ദാറുൽ ഹർബുമല്ല. ഇന്ത്യ ഇത് രണ്ടുമല്ലാത്തൊരു നാടാണ്. ഇജ്തിഹാദിയായ ഒരു വിഷയത്തെ ഏതെങ്കിലും നാട്ടിൽ ചർച്ച ചെയ്ത പണ്ഡിതന്മാരുടെ വിഷയങ്ങളെ ഇത് രണ്ടുമല്ലാത്ത ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ട് അതൊരിക്കലും പ്രായോഗികമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ നാട് നമ്മുടെ നാടാണ്. ഇന്നലകളില് നമ്മുടെ പൂർവ്വപിതാക്കള് അവരുടെ രക്തം കൊടുത്ത്, അവരുടെ അഭിമാനം കൊടുത്ത്, അവരുടെ കുടുംബം കൊടുത്ത് ഈ മണ്ണിൽ ചോര ചിന്തി വീണ് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മൾ സ്വതന്ത്രമായി ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ അവർ സഹിച്ച ത്യാഗം എത്രയാണ്! എന്തെന്ത് പീഡനങ്ങള്, എന്തെന്ത് മർദ്ദനങ്ങള്! ഒട്ടും ശ്വാസം കിട്ടാത്തൊരു ഭോഗിയില് 10 ആള് കൊള്ളുന്നിടത്ത് 100 ആളെ കുത്തിക്കയറ്റി, എന്നിട്ട് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചുപോയ അനേകായിരങ്ങള് ഉത്തരേന്ത്യയിലല്ല കേരളത്തിലുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരുമ്പോ അവരുടെ ഉള്ളിലുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പിൻതലമുറയെങ്കിലും ഇവിടെ സ്വതന്ത്രമായി ജീവിക്കണം, അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കണം. സത്യത്തില് ദഅവത്തിനുള്ള അവസരം ഇവിടെ ഉണ്ട്, പ്രബോധനത്തിനുള്ള അവസരം ഇവിടെ ഉണ്ട്. ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ മറികടക്കുവാൻ ഒരിക്കലും നമ്മൾ സ്വയം സംഘടിച്ച് പ്രതിരോധിക്കുകയല്ല മാർഗം, അതിന് ചേർത്ത് പിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറയുന്നത്, ഇന്ത്യ ദാറുൽ ഹർബല്ല, ഇന്ത്യ ദാറുസ്സലാമുമല്ല. ആ കാറ്റഗറിയിലേക്ക് പെടുത്തി വെറുക്കാനും അല്ലെങ്കിൽ അകറ്റാനും നമ്മൾ മാത്രം ചേർന്ന് നിൽക്കാനും എന്നിട്ട് പുതിയൊരു ജിഹാദ് സൃഷ്ടിക്കാനും ആരും ശ്രമിക്കേണ്ടതില്ല. ഇവിടെ ഓരോ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലഖദ് കറംനാ ബനി ആദം, സകല മനുഷ്യരെയും അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വേണം. സകല മനുഷ്യരെയും ആദരിക്കാനുള്ള ബോധം വേണം. അല്ലാഹു ആദരിച്ചതിന് വെറുക്കാൻ നമുക്ക് അവകാശമില്ല.
എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ആ അർത്ഥത്തിൽ ഇസ്ലാമികമായി ജീവിക്കുന്ന, മുസ്ലിമായി ജീവിക്കുന്ന ഈ നാട്ടിൽ നമുക്ക് ഇവിടെ അനുവദിച്ചു തന്നിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തലമുറക്ക് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ ചിന്തകളെ പ്രതിരോധിക്കാൻ നമ്മൾ ഒറ്റക്കൊറ്റക്ക് ജിഹാദ് ചെയ്യുകയല്ല പരിഹാരം. ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എല്ലാ ജനാധിപത്യ മാർഗങ്ങളെയും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് നിരന്തരം നമ്മൾ പറയാറുണ്ട്. അത് പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട കാലത്ത് നമ്മൾ നിരന്തരം പറഞ്ഞതാണ്. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. കാരണം ഒരിക്കലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് ഒട്ടും താല്പര്യം കാണിക്കാത്ത ഒരു വിഭാഗം നമ്മുടെ അധികാരം കൈയാളിയപ്പോ അന്നു മുതൽ തുടങ്ങിയ പീഡനങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ കഴിയാത്ത, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ കഴിയാത്ത, അങ്ങേയറ്റം ആരാധന വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം നടത്തിയ ആരാധനാലയങ്ങൾ പോലും തകർക്കപ്പെടുന്ന അവസരങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ നാട് പോകുമ്പോ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. അത് ആദ്യം നടത്തിയതുപോലെ തന്നെ ആയിരിക്കണം. ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മുടെ കൂടെ നിൽക്കാൻ അനേകം ആളുകളുണ്ട്. എല്ലാവർക്കും അറിയാം, അപരവൽക്കരിക്കപ്പെടുന്നത്, പാർശ്വവൽക്കരിക്കപ്പെടുന്നത്, അതേപ്രകാരം തന്നെ ആക്രമിക്കപ്പെടുന്നത് ഈ ഉമ്മത്താണ്, ഈ മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ ബാധിച്ച കാലത്ത് സ്വാതന്ത്ര്യ സമര ചിന്തകളെ പറ്റി നമ്മൾ വീണ്ടും അയവിറക്കുമ്പോ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, തഹജ്ജുദ് നമസ്കരിച്ച് ഈ പോരാട്ടത്തിനിറങ്ങിയവരെ പോലെ ഒരേ പേര് മാത്രമല്ല അവര് തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ കണ്ടത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ കൂടെ, മതമുള്ളവരുടെ കൂടെ, ഒരിക്കലും മതമില്ലെന്ന് വിശ്വസിക്കുന്നവരെ പേര് പറയപ്പെട്ടവരുടെ കൂടെ, അങ്ങനെയൊക്കെ ഒരുമിച്ച് നിന്ന് നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ നമ്മളും പരിശ്രമിക്കുക. അത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതർത്ഥത്തിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഞാൻ ആദ്യം പറഞ്ഞു, അതിരുകൾ വരച്ച് ഉള്ളിലുള്ളവരെ സ്നേഹിക്കുന്ന ദേശസ്നേഹമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇസ്ലാം സ്വാതന്ത്ര്യത്തിന് നൽകുന്ന വില എത്രയാ? അടിമത്തത്തിൽ നിന്നുള്ള മോചനം പലതിനും പരിഹാരമായി പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളിൽ സ്വതന്ത്രമാണ് നിങ്ങളെന്ന് പറഞ്ഞു. വിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന, ഒരിക്കലും അക്രമം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു നല്ല ദർശനത്തിന്റെ വക്താക്കൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്ന നമുക്ക് തീർച്ചയായും ഇന്നലകളിൽ ഇതിന്റെ നേതൃത്വ സ്ഥാനം വഹിച്ച അനേകം മുസ്ലിം നാമധാരികളെ പോലെ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചപ്പോ അതിൽ ബഹുഭൂരിഭാഗവും മുസ്ലിം പേരുകളായി കടന്നു വന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അവർ സ്വാർത്ഥരായിരുന്നില്ല. അവർ ദീനിന്റെ മാർഗത്തിലായിരുന്നു, അവർ മനുഷ്യ സേവനത്തിലായിരുന്നു, അവർ രാജ്യസേവനത്തിലായിരുന്നു, അവർ രാജ്യസ്നേഹത്തിലായിരുന്നു എന്നതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അതുപോലെ ജീവിക്കാൻ, അങ്ങനെ ഇരു ലോകത്തും അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ, അള്ളാഹു പ്രതിഫലം നൽകുന്ന മാർഗത്തിലൂടെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഓർമ്മകളിൽ നിലവിൽ നമുക്കിടയിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതകൾക്ക്, അതേപ്രകാരം തന്നെ പരസ്പരം മതില് കെട്ടുന്ന പണികൾക്ക് നമ്മൾ ഒരിക്കലും സഹായകരമായ നിലപാടുകൾ എടുക്കരുത് എന്നതാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. ഞാൻ ഓതിയ ആയത്തിന്റെ തൊട്ട് ശേഷമുള്ള ആയത്ത്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരിക്കും. നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ, ആ ആളുകളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ അള്ളാഹു നിങ്ങളെ ഒരിക്കലും നിരോധിക്കുന്നില്ല. എന്ത്? അൻതബറൂഹും, നിങ്ങൾ അവരോട് ബിർറ് ചെയ്യാൻ. ഈ പദപ്രയോഗത്തെ പറ്റി നമുക്ക് കാണാം, മാതാപിതാക്കളോടൊരു സത്യവിശ്വാസി ചെയ്യേണ്ടുന്ന പദാണ്
ബിർറുൽ വാലിദൈൻ നമുക്ക് കാണാം. ഇതാണ് ഒരു ഹിന്ദുവിനോട്, ഒരു ക്രിസ്ത്യനോട്, മുസ്ലിം അല്ലാത്ത ഒരാളോട് ഒരു വിശ്വാസി കാണിക്കേണ്ടത്, ചെയ്യേണ്ടത് എന്ന് ഖുർആനാ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇസ്ലാമോഫോബിയ ബാധിച്ച കാലത്ത് കണ്ടെടുത്ത് വെച്ച കൊല്ലാൻ പഠിപ്പിക്കുന്നതാണ് ഖുർആൻ എന്ന് പറഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അല്ല. സൂറത്തുൽ മുംതഹനയുടെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് അന്തബറൂഹും എന്നാണ്. അവരോട് ബിർറ് ചെയ്യാൻ, മാതാപിതാക്കളോട് ചെയ്യാൻ പറഞ്ഞ അതേ കാര്യം ഒരു ഹിന്ദുവിനോട്, ഒരു ക്രിസ്ത്യനോട്, ഒരു മുസ്ലിം അല്ലാത്ത ആളോട് ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവരോട് നീതി പാലിക്കണം. ഇസ്ലാമിൽ അറബിയിൽ 2 പദമുണ്ട്, അതിലും ക്രിസ്തുണ്ട്. അതില് സ്വാഭാവികമായും പാലിക്കപ്പെടേണ്ട നീതിയാണ്. പക്ഷെ ക്രിസ്തു സത്യത്തിൽ എന്താണ് എന്ന് ചർച്ച വരുന്നുണ്ട്. അഥവാ ഏതൊരർത്ഥത്തിലും പക്ഷപാതിത്വമില്ലാത്ത, വർഗീയതയില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത സമീപനമാണതെന്നാണ്. നമ്മളാളോട് ഇങ്ങനെ, മറ്റോരോടിങ്ങനെ. നമ്മുടെ ഒരു നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഓം മീമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഓം മുസ്ലിമാണ്. മറ്റോ കാഫാണ് എന്ന് പറഞ്ഞാൽ ഓം കാഫിറാണ്. എന്നിട്ട് ആ ഒരു സമീപനം ഉണ്ടല്ലോ, ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഉദ്യോഗസ്ഥരായിരിക്കാം, ഒരു കച്ചവടക്കാരനായിരിക്കാം, നമ്മൾ വ്യത്യസ്തമായ വ്യവഹാരങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നവരായിരിക്കാം. വിവേചനം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, വിശ്വാസികൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എല്ലാവരെയും ഒന്നായി കാണാൻ പഠിപ്പിച്ച മതാണിത്. അതുകൊണ്ട് നിങ്ങളോട് ശാസ്ത്രമം കാണിക്കാത്ത, നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പണിയെടുക്കാത്ത, അത് വളരെ ന്യൂനപക്ഷ ഇന്ത്യയിലുള്ളത്. വളരെ കുറഞ്ഞ ആളുകളാണ് ആ പണിക്ക് നടക്കുന്നത്. അവരെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം, അവരുടെ സമീപനം തിരിച്ചറിയാം. അവരോടുള്ള സമീപനം വേറെയാണ്, അത് വേറെ വിഷയം. പക്ഷെ ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവർ സഹകരണം ആവശ്യപ്പെടുന്നവരാണ്, അവർ സഹിഷ്ണുതയുള്ളവരാണ്, അവർ ഒരുമിച്ച് മുന്നേറാൻ തയ്യാറുള്ളവരാണ്. അവരോട് നിങ്ങൾ ബിർറ് ചെയ്യണം, നീതി പാലിക്കണം. മാത്രമല്ല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീന, അതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ പെരുമാറുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ്. ആ രൂപത്തിൽ പെരുമാറി നോക്കൂ. ഇത് ഏറ്റവും നല്ല നിലയിൽ തിന്മയെ പ്രതിരോധിക്കുമ്പോ നിങ്ങൾക്കിടയിൽ ശത്രുതയുള്ള ഒരു ആളുകളെ അള്ളാഹു മിത്രമാക്കി തരുന്ന ഖുർആൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സമീപനം കൊണ്ടാണ് അങ്ങനെ ആയിത്തീരുക. നമ്മളും വാളെടുത്താൽ അപ്പുറത്ത് വാളെടുക്കുമല്ലോ, നമ്മൾ അങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയാൽ ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മുടെ സമീപനം ശരിയായാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നതാണ്. ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നാലും സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകള്, വരുംകാലത്ത് നമ്മുടെ ഇനിയും തലമുറകൾ ജീവിക്കണം. നമ്മളിപ്പോ എങ്ങനെയൊക്കെ കഴിഞ്ഞങ്ങ് പോവും. പക്ഷെ ഇനിയും ഇവിടെ ആളുകൾ ജീവിക്കണം. ഇനിയും എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. മതമുള്ളവനും ഇല്ലാത്തവനും, മതം മുറുകെ പിടിക്കുന്നവനും മതം വേണ്ടെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ നാടിനെയും നിലനിൽക്കണമെങ്കിൽ, ഇവിടുത്തെ ഈ സഹവർത്തിത്വവും ഈ സ്വാതന്ത്ര്യവും ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ ബോധപൂർവം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സോഷ്യൽ മീഡിയ കാലമാണ്. വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, അസത്യം നാട് ചുറ്റി കറങ്ങി വരുമ്പോഴേക്ക് മാത്രം സത്യം ഇറങ്ങി പുറപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്ക് പ്രചരിപ്പിക്കാതിരിക്കുക. പരമാവധി സഹിഷ്ണുതയോടെ, സമാധാനത്തോടെ, സഹവർത്തിത്വത്തോടെ നമ്മൾ പെരുമാറാൻ ശ്രമിക്കുക.